കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായി പെയ്യുന്ന മഴ, ആ മഴയുടെ ഫലമായി നമ്മുടെ എല്ലാ നഗരങ്ങളും നാട്ടുംപുറങ്ങളും വെള്ളത്തിനടിയിലായി. മഴക്കാലത്തെ മുമ്പ് തന്നെ തുടങ്ങുന്ന പല പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നടത്തേണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു നരകയാത്ര നടത്തി. കാരണം മഴക്കാലം വരുമെന്നുള്ളത് മുൻകൂട്ടി കാണാൻ ഗവൺമെന്റിനും ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ പുതിയ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പത്രത്തിൽ വന്നിട്ടുണ്ട്, AI സംവിധാനത്തിലൂടെ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാവും എന്ന് മുൻകൂട്ടി അറിയാം. ഇത്തവണ ഈ നമ്മുടെ അപ്രതീക്ഷിതമായി ഉണ്ടായി എന്ന് പറയുന്നത് വേനൽ മഴയാണ്. ഇത്രയും ശക്തമായ വേനൽ മഴ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കാലവർഷം ജൂൺ 1-ാം തീയതി ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ഗവൺമെന്റ് ഓരോ ജില്ലയ്ക്കും മന്ത്രിമാരെ ചുമതലപ്പെടുത്തും. മന്ത്രിമാർ പോയി കളക്ടർമാരുമായിട്ട് ഇരുന്ന് ജനപ്രതിനിധികളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ യോഗം വിളിച്ച് ഈ കാലവർഷം വരുമ്പോൾ വെള്ളപ്പൊക്കം, അതുപോലുള്ള ജലജന്യമായ രോഗങ്ങൾ, ഇതിനൊക്കെ നേരിടാൻ മഴക്കാല പൂർവ്വ ശുചീകരണം ഇത് സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇത്തവണ ഒന്നും സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ വേനൽ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവര് വിദേശ പര്യടനത്തിന് പോയി. ഇവിടുത്തെ 3 നഗരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട്, തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡിന്റെ പേരിൽ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് ആ റോഡുകൾ ആ കുഴിയിലൊക്കെ വെള്ളം കെട്ടി ആകെ കൂടി ഗതാഗത തടസ്സവും ആളുകളെല്ലാം വളരെ ദുരിതമനുഭവിക്കുകയാണ്. 6-7 ആളുകൾ ഈ മഴ വന്ന് ശക്തിപ്പെട്ടതിന് ശേഷം മരണമടഞ്ഞു ഈ സംസ്ഥാനത്ത്. എന്ത് നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രി, കൊറോണ വന്നപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വൈകുന്നേരം പത്രക്കാരെ കാണും. അതിനേക്കാൾ ഗൌരവമുള്ള ഒരു സംഭവമല്ലേ വന്നിരിക്കുന്നത്? ഇപ്പൊ ഇന്ന് കാലവർഷം ഒരു ദിവസം നേരത്തെ വരിക, ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങും. ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ട് എല്ലാ ദുരിതങ്ങളും തടയാൻ കഴിയാത്തത് ഗവൺമെന്റിന്റെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് സംവിധാനം, നമ്മുടെ കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞ എന്താ, കൊച്ചിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നില്ല. തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകര് ഓരോ സ്ഥലത്തും പോയി ദൃശ്യങ്ങൾ പകർത്തി. ഓരോ മാധ്യമവും പറഞ്ഞ എന്താ, മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി ഈ മാലിന്യമൊക്കെ മാറ്റിയ സ്ഥലങ്ങളിൽ വെള്ളം സുഗമമായി പ്രവഹിക്കുന്നുണ്ട്, അല്ലാത്തിടത്ത് വെള്ളക്കെട്ടാണ്. അപ്പൊ ഇങ്ങനെ കേരളത്തിലെ ഇപ്പൊ കോഴിക്കോട് സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ കോഴിക്കോട് ഏതാണ് ഈ ജപ്പാൻ വാട്ടർ കുടിവെള്ള പദ്ധതിയുടെ റോഡ് നിർമ്മാണം, അത് കാലതാമസം വന്നത് കാരണം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പിന്നെ ഓണർമാര് സമരം പ്രഖ്യാപിച്ചിരിക്കുക. ഈ റോഡുകളുടെ നിർമ്മാണത്തിൽ നമ്മുടെ ദേശീയപാത, അതിന്റെ നിർമ്മാണം, ഇതൊക്കെ മഴ മുൻകൂട്ടി കാണണ്ടേ? അത് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റിനും ഉണ്ടായ പരാജയം, അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും. അടിയന്തിരമായി ഇപ്പോ വെള്ളപ്പൊക്കം മൂലം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നല്ല. പക്ഷെ അതൊന്നും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാർ പോകാത്തത്. ഇവിടെ ചീഫ് സെക്രട്ടറി ഇല്ലേ, കളക്ടർമാരില്ലേ, അവരല്ലേ ഭരണ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടവർ. അടിയന്തിരമായി ഉന്നതതല യോഗം കൂടി ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ ഓരോ നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. മഴക്കെടുതിയിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ കാലത്തും റവന്യൂ വകുപ്പ് സഹായം കൊടുക്കാറുണ്ട്. 7 പേരോ 8 പേരോ മരിച്ചു, അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
അല്ല, ഈ ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾ UDF ആവശ്യപ്പെട്ടത് എന്താ? 2 മന്ത്രിമാർക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അതിപ്പോ എക്സൈസ് മന്ത്രി ആണ് പോലീസിൽ അന്വേഷണം എഴുതി കൊടുത്തത്. ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ അറിയിപ്പ് പുറത്തു വന്നു, പത്രക്കുറിപ്പ്. എന്താണ്? ഇവർ ഈ LSD മിനിസ്റ്റർ കൊടുത്ത പരാതിയിന്മേൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത്. ഗൂഢാലോചന അന്വേഷിക്കുന്ന ആളുകൾ പറയുന്നു ഈ ശബ്ദ സന്ദേശത്തിന്റെ കാര്യത്തിൽ ഒരു തെളിവുമില്ല, അതുകൊണ്ട് അതിന് കേസില്ല. എവിടെയാ ഗൂഢാലോചന അന്വേഷിക്കുന്നത്? ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതുകൊണ്ട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചപ്പോഴേ UDF പറഞ്ഞു ഒരു തരത്തിലും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടക്കില്ല, അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാനാണ് ക്രൈംബ്രാഞ്ച് തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞങ്ങൾ കേസ് മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് വന്ന എല്ലാ വാദങ്ങളും ടൂറിസം മന്ത്രി എന്താ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. തന്നെ ഇങ്ങനൊരു യോഗം നടന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് എല്ലാം പുറത്തു വന്നല്ലോ. ഈ അക്കാരി പോളിസി ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ഇതെല്ലാം ടൂറിസം മന്ത്രി കൈമലത്തുന്നത് എന്താ? ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. ബാറുകളുടെ സമയം 12 മണിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സംസ്ഥാനത്തിന്റെ വരുമാനം എക്സൈസ് വരുമാനം ടൂറിസത്തിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രൈ ഡേ മാറ്റാൻ. അങ്ങനെയാണ് ഈ ശബ്ദ സന്ദേശത്തിന്റെ പിന്നിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഞങ്ങൾ ഏതായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള ശക്തമായ സമരം ആരംഭിക്കും. നിയമസഭ 10-ാം തീയതി തുടങ്ങുകയാണ്. തുടങ്ങിയാലുടൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF നിയമസഭയുടെ മുമ്പിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒടുവിൽ പുറത്തു വരുന്നൊരു വാർത്ത സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടിയിലായിട്ടുണ്ട്, കസ്റ്റംസിന്റെ പിടിയിലാണ് ശിവകുമാർ. ശശി തരൂരിന്റെ PA. നിങ്ങളിപ്പോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അയാളെ PA ആണോ അയാൾ ഈ പുള്ളിയുമായിട്ട് ബന്ധം അതെനിക്കറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിക്കാം, ഞങ്ങൾ അന്വേഷിക്കാം, എന്നിട്ടേ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. അതെ അതെ അദ്ദേഹത്തിന്റെ ഞാൻ ഏതായാലും ഞാനും ഞെട്ടേണ്ടതാണല്ലോ, ഞാനും ഞെട്ടിയിരിക്കുന്നു. അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ചിട്ടല്ലേ പറയാം. അദ്ദേഹം ഞെട്ടുമ്പോൾ ഞാനും ഞെട്ടണമല്ലോ, ഞങ്ങളൊരേ പാർട്ടിക്കാരല്ലേ. അല്ല സാർ, ഈ ഞങ്ങളിന്ന് KSUവിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വന്നിരിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം KSUവുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതിനെക്കുറിച്ചൊന്നും പരസ്യമായ ഒരു അഭിപ്രായം പറയാൻ ഞാനില്ല. കാരണം അല്ലല്ല, അതിനെക്കുറിച്ചൊന്നും, കാരണം ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് പത്രങ്ങളോട് പറയുന്നതോ പരസ്യമായി ഇതിന് വാർത്ത കൊടുക്കുന്നതോ ഒന്നും ശരിയല്ല. അതെല്ലാം ആ സംഘടനയ്ക്ക് അന്വേഷിക്കാനും അതിന്റെ മേൽഘടകങ്ങളുണ്ടല്ലോ, NSC ഉണ്ടല്ലോ, അതിനെല്ലാം സംവിധാനം ഉണ്ടല്ലോ. ഏതായാലും ഈ KSU ക്യാമ്പിൽ വെച്ച് ഈ പൂക്കോട്ടൂർ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതുപോലെ ആരെയും 3 ദിവസം തുണിയില്ലാതെ കിടത്തി അടിക്കുകയും ആക്രമിക്കുകയും തകർക്കുകയും ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ക്യാമ്പിലുണ്ടായിട്ടുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാം, നടപടിയെടുക്കാം. അതിനെല്ലാം വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ സ്വാതന്ത്ര്യം. കോൺഗ്രസിനകത്തുള്ള ഈ ഗ്രൂപ്പിസം ഈ KSUയിലേക്കൊക്കെ പടരുകയും കോൺഗ്രസിനകത്ത് അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല. ഒരു കൈ കൊണ്ട് മാത്രം അടിച്ചാൽ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്? 2 കൈ കൊണ്ട് അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവും? ഇല്ലല്ലോ. ഈ ശബ്ദം ഏകപക്ഷീയമായി വരുന്ന പ്രതിഷേധങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അതിന് ഒരു തരത്തിലും നിങ്ങൾ ഈ പേരിട്ട് വിളിക്കരുത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു, അതിന് മതഅഭിപ്രായം കൂടി പറയുമ്പോഴല്ലേ വിവാദമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതേക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആർക്കും പരസ്യമായ ഒരു പ്രതികരണം നടത്താൻ ഞങ്ങൾ ആരും തയ്യാറല്ല. കാരണം സംഘടനയ്ക്കകത്ത് പറയേണ്ട കാര്യം സംഘടനയ്ക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
സാർ അതല്ല, പക്ഷേ NSU കത്ത് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ കത്ത് നൽകിയെന്ന് പറഞ്ഞ ആളിനോട് ചോദിക്കണം. ഞാൻ കത്തൊന്നും നൽകിയിട്ടില്ല. എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അത് അംഗീകരിക്കാവുന്ന നിലപാടാണ്. അതല്ല, ഇത് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം ഇല്ലേ, അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്, നിങ്ങൾ അതൊക്കെ ചോദിച്ചാൽ പറയാം. +1 സീറ്റ് അത് പറയാം. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ലീഗ് വലിയ സമരം നടത്തുന്നു. അല്ല, ഞങ്ങൾ അതിന് പൂർണ്ണ പിന്തുണയാണ്. കാരണം സമരം നടത്തുന്നു, കോൺഗ്രസ് എവിടെയില്ല. അല്ലല്ല, ലീഗിന്റെ ലീഗ് മാത്രം ഒരു വിഷയമായിട്ട് അല്ലല്ല, ലീഗിന്റെ വിഷയമല്ല. UDF-ഉം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ +1 ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളും ആവശ്യപ്പെട്ടത്. കാരണം മലബാർ പ്രദേശത്തെ ഈ കുട്ടികളുടെയൊക്കെ കണക്ക് വന്നു. ഇപ്പോൾ ട്രയൽ എന്താണ് ട്രയൽ അലോട്ട്മെന്റിൽ തന്നെ 2,40,000 കുട്ടികൾക്ക് ഉള്ളതിൽ പകുതി ആളുകൾക്ക് മാത്രമേ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുള്ളൂ. ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന പരിഹാരം അംഗീകരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം പറയുന്നത് ഒരു ക്ലാസ്സിൽ 1:40 ആണ് നേരത്തെ അംഗീകരിച്ചത് വിദ്യാർത്ഥി അധ്യാപക അനുവാദം. അത് 1:50 വരെ വന്നു. പക്ഷെ 1:65 അല്ലെങ്കിൽ 1:70 എന്നൊന്നും പറയുന്നതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ക്ലാസ്സിനകത്ത് കുട്ടികളെ എല്ലാം കുത്തിയിരുത്തി അവരെ പഠിപ്പിക്കുന്നതിൽ അധ്യാപകരുടെ കുട്ടികളോടുള്ള അവരുടെ മേൽനോട്ടത്തിലും എല്ലാം തകരാറുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണം. എന്തുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്? കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം വന്നപ്പോൾ ലീഗ് അല്ലല്ല, മുസ്ലിം ലീഗ് അല്ല, അത് UDF-ന്റെ പൊതുവായ അഭിപ്രായം. മലബാർ ഭാഗത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അവരതിന് സമരത്തിനിറങ്ങി. KSU മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതിന് അനുകൂലമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി സമരം ചെയ്തില്ല എന്നുള്ളതിൽ ആ പ്രശ്നത്തോട് മുസ്ലിം ലീഗ് UDF-ൽ അങ്ങനെയാണ്. ഓരോ കക്ഷികളും ഓരോ വിഷയത്തിൽ സമരം നടത്തും. ആ സമരത്തോട് മറ്റു കക്ഷികൾക്ക് അനുഭാവമാണ്. അവർ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ നൽകിയത്. അതൊക്കെ മലബാറിലെ പ്രശ്നം ലീഗിന് വിട്ടുകൊടുത്തു. അതല്ല, അങ്ങനെയല്ല. ലീഗ് മാത്രം സമരം നടത്തുമ്പോൾ സാമുദായിക മുഖം വരുന്നുണ്ട്. അല്ല, മുസ്ലിം ലീഗ് UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. ലീഗ് മാത്രം സമരം അതിന് ഒരു സാമുദായിക പ്രശ്നം അങ്ങനെ സാമുദായികം വരുന്നത്. അതെങ്ങനെ സാമുദായികം വരുന്നത്? മലബാർ പ്രദേശത്തുള്ള അല്ലല്ല, മലബാർ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളെല്ലാം മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. അല്ല, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങളാണ് സമുദായ പാർട്ടി എന്ന് പറയുന്നത്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പോലെ മറ്റു കക്ഷികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നടത്തുന്ന സമരത്തിന് UDF-ന് പൂർണ്ണ പിന്തുണയാണ്. അല്ല, അത് നിങ്ങൾ കൊടുക്കുന്നതല്ലേ ലീഗിന്റെ സമരം. ഞങ്ങളെല്ലാം പൂർണ്ണ പിന്തുണയാണെന്ന്. ഇത് കൊടുത്താൽ മതിയല്ലോ പൂർണ്ണ പിന്തുണയാണെന്നുള്ളത്.